സുമംഗല കഥാകാരിക്ക്. അങ്ങനെ ഒരു ചരിത്രം കൂടുതൽ നമ്മുടെ ഗസ്റ്റുകൾക്ക് അധികം അറിയില്ല. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ഉദ്ഘാടകനായി എത്തിച്ചേർന്ന ശ്രീ രാജൻ പല്ലൻ, അദ്ദേഹം ഗീതം സംഗീതം വേദിയിൽ ആദ്യമായിട്ടാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഗീതം സംഗീതത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ EH മുഹമ്മദ് റഷീദ്, അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്താണ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സോവനീർ പ്രകാശനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം നമ്മുടെ ധാരാളം വേദികളിൽ, പ്രത്യേകിച്ച് ആദ്യം വന്നത് എനിക്ക് ഓർമ്മ മങ്കോബു ഗോപാലകൃഷ്ണൻ്റെ പരിപാടിയിലാണ്. മങ്കോബു ഗോപാൽ സാറിൻ്റെ പാട്ടുകളും എല്ലാം നമുക്ക് വളരെ രസകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എല്ലാവർക്കും അറിയാം, എല്ലാവരും കാത്തിരിക്കുകയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിൻ്റെ സംസാരത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഗീതം സംഗീതത്തിൻ്റെ ഈ 10ാം വാർഷികാഘോഷത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരേ ബാങ്കാണ്, ഗ്രാമീൺ ബാങ്കാണ്. ഹരി ഏറ്റുമാനൂർ എന്ന കവിയും ഗാനരചയിതാവും അദ്ദേഹവും നമ്മുടെ വേദിയിൽ ആദ്യമായിട്ടല്ല. ശ്രീ ഹരി ഏറ്റുമാനൂരിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോർപ്പറേറ്റ് മെമ്പേഴ്സ് നമുക്ക് 8 പേരുണ്ട്. സപ്തവർണ്ണ ബിൽഡേഴ്സ് എനിക്ക് തോന്നുന്നു 2017 മുതൽ നമ്മളുടെ കോർപ്പറേറ്റ് മെമ്പറാണ്. സപ്തവർണ്ണ ബിൽഡേഴ്സിലെ മധു നമുക്കെല്ലാവർക്കും സുപരിചിതൻ. അദ്ദേഹം കവിയാണ്, ഗാനരചയിതാവാണ്. സർവോപരി അദ്ദേഹത്തിൻ്റെ മധുവിൻ്റെ സപ്തവർണ്ണ ബിൽഡേഴ്സിൻ്റെ പേരിലാണ് നമ്മൾ ഗീതം സംഗീതം സപ്തവർണ്ണ അവാർഡ് മുതിർന്ന കലാകാരിക്ക് എല്ലാ വനിതാ ദിനത്തിനും നമ്മൾ കൊടുക്കുന്നത്. കവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പാട്ടെഴുത്തുകാരൻ തന്നെ. അദ്ദേഹത്തിന് എഴുതിയ പാട്ട് നമ്മളെല്ലാത്തവണയും കേൾക്കാറുണ്ട്. മധുവിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മറ്റൊരു കോർപ്പറേറ്റ് മെമ്പറാണ് ശ്രീ KM പരമേശ്വരൻ. KMP ബിൽഡേഴ്സിൻ്റെ കഴിഞ്ഞ ചക്കരമാവിൻ മുറ്റത്ത് നിന്ന് തൊട്ടിട്ടാണ് അദ്ദേഹം നമ്മുടെ കോർപ്പറേറ്റ് മെമ്പറായത്. KM പരമേശ്വരനെ, KMP ബിൽഡേഴ്സിൻ്റെ എല്ലാമായ ശ്രീ KM പരമേശ്വരനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഗീതം സംഗീതത്തിൻ്റെ തുടക്കം മുതൽ 2016 ജൂലൈ 31 വിളക്ക് കൊളുത്തിയത് മുതൽ നമ്മുടെ രക്ഷാധികാരിയെ നമുക്ക് എന്നും വഴികാട്ടിയായി നമ്മുടെ മുഖ്യ രക്ഷാധികാരിയെ നമ്മുടെ കൂടെ നിൽക്കുന്ന ശ്രീ ജയരാജ് വാര്യരെ ഈ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഖജാൻജി, എന്തിനും ഏതിനും പണം എന്നുള്ള അല്ലേ, ട്രഷറർ ശ്രീ മധു ആനല്ലൂരിനെയും, അദ്ദേഹം വർഷ വാട്ടർ ടാങ്ക് എന്നുള്ള കോർപ്പറേറ്റ് മെമ്പർ കൂടിയാണ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കിടക്കണം. ആദ്യം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നമുക്ക് ഉദ്ഘാടന പരിപാടിയിലേക്ക് കിടക്കാം. അധ്യക്ഷ പ്രസംഗമുണ്ട്, റഷീദിനെ മറക്കാൻ പറ്റില്ലേ. റഷീദ് ശ്രീ നമ്മുടെ പ്രസിഡന്റ് EH മുഹമ്മദ് റഷീദിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ തൃശ്ശൂരിൻ്റെ MLA ശ്രീ രാജൻ പല്ലൻ, കവിയും പ്രഭാഷകനും പ്രിയ സുഹൃത്തുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ, 45 മിനിറ്റ് കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ചേക്കേറിയ എൻ്റെ പ്രിയ സുഹൃത്ത് ഹരി ഏറ്റുമാനൂർ. അത് കൊടുങ്ങല്ലൂർ തൃശ്ശൂരുള്ളൊരു യാത്രയായിരുന്നു, അങ്ങനെയാണ് അന്നാണ് പരിചയപ്പെട്ടത്. പിന്നെ ഓഫ് കോഴ്സ് മുഖ്യ രക്ഷാധികാരി ശ്രീ ജയരാജ് വാര്യർ, ട്രഷറർ മധു ആനല്ലൂർ, സുകുമാരൻ, KMP മധു സപ്തവർണ്ണ എല്ലാവർക്കും, കൂടാതെ എൻ്റെ മുന്നിലിരിക്കുന്ന ഗീതസംഗീതം അംഗങ്ങളെ നമസ്കാരം. ജൂലൈ 31 ആരംഭിച്ച് ഇന്ന് 10 വർഷം തികയ്ക്കുന്ന ഈ ദിവസത്തിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയധികം പ്രോഗ്രാം നമ്മൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ വളരെ അത്ഭുതമുണ്ട്.
അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു സോവനീർ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും വളരെ ഭംഗിയായി വായിച്ച് നോക്കണം. അതിൻ്റെ ചിത്രങ്ങൾ കണ്ടാലാണ് ഞാൻ പറഞ്ഞ അത്ഭുതം, ഈ 10 വർഷം കൊണ്ട് നമ്മൾ നടത്തിയ പ്രോഗ്രാമിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്കും കിട്ടുള്ളൂ. നേരം വൈകി അധികമൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് ഇവരുടെയൊക്കെ ഉദ്ഘാടനം നടക്കണം, പ്രഭാഷണങ്ങൾ കേൾക്കണം. എന്നിരുന്നാലും നമ്മുടെ ഓരോ പ്രോഗ്രാമിനും അനുയോജ്യരായ ഗസ്റ്റുകളെ കണ്ടെത്തിക്കൊള്ളുന്ന ശ്രീ ജയരാജ് വാര്യരോടൊരു നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. തുടക്കം മുതലുള്ള എല്ലാ മെഗാ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യരായിട്ടുള്ള ഗസ്റ്റുകളെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് മെമ്പർമാർ, അവരുടെ സഹായങ്ങൾ, ഓരോ പ്രോഗ്രാമിലും നമുക്ക് സാമ്പത്തികമായി സഹായിച്ച സ്പോൺസേഴ്സ്, അവരൊക്കെ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അതുപോലെ സോവനീറിലേക്ക് പരസ്യം തന്നെ ഒരുപാട് വ്യക്തികളുണ്ട്. അവരൊക്കെ ഈ തരുണത്തിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു സംഗീത സായാഹ്ന സന്ധ്യ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ കോർപ്പറേറ്റ് മെമ്പർമാരായ എലൈറ്റ് സൂപ്പർ മാർക്കറ്റും സ്റ്റാർ ഗ്രൂപ്പൊക്കെ വരാമെന്ന് പറയുന്നത്. ബോബി അവരാരും വന്നിട്ടില്ലല്ലോ, എങ്ങാനും വിട്ടുപോയല്ലോ സെറ്റോട് ഇല്ല, വന്നിട്ടില്ല. നമുക്കടുത്തതായി നമ്മുടെ ഹരീഷ് ബാബു സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. വരും. അല്ല, വിളക്ക് കൊളുത്താം, ഭദ്രദീപം കൊളുത്താം. നമ്മൾ ഈ ഇന്നത്തെ ഈ 10ാം വാർഷികാഘോഷത്തിൻ്റെ ഭദ്രദീപം കൊളുത്തി ഈ ഒരു ഇതിന് ഒരു ഐശ്വര്യം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുടെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ആരംഭിക്കാം. അതിനായി വിശിഷ്ടാതിഥികളെ ഹരീഷ് ബാബു സാർ വരും. അദ്ദേഹം നമ്മുടെ രക്ഷാധികാരി കൂടിയാണ്. എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കും. അനാദിമധ്യാന്തമീ വിശ്വചലനം, അനാദിമധ്യാന്തമീ വിശ്വചലനം, അനവദ്യ സംഗീതാലാപനം, അനവദ്യ സംഗീതാലാപനം, ആലാപനം, ആലാപനം, ആലാപനം. കോടാനുകോടി ശ്രുതികളിലുണരും, കോടാനുകോടി സ്വരങ്ങളിലൂടെ, കോടാനുകോടി ശ്രുതികളിലുണരും, കോടാനുകോടി സ്വരങ്ങളിലൂടെ, അജ്ഞാതമാം കളകണ്ഠത്തിൽ നിന്നും, അജ്ഞാതമാം കളകണ്ഠത്തിൽ നിന്നും, അഭംഗുരമായി അനുസ്യൂതമായി തുടരും, അഭംഗുരമായി അനുസ്യൂതമായി തുടരും, ആലാപനം, ആലാപനം, ഗീതം സംഗീതത്തിൻ്റെ 10ാം വർഷത്തിൻ്റെ ഉജ്ജ്വലമായ ഈ സാംസ്കാരിക സായാഹ്നം നാം സമർപ്പിച്ചിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ്. മലയാള സിനിമയുടെ സംഗീതരംഗത്തെ മറുകര കണ്ട സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഓർമ്മ ദിനമാണ്. ദക്ഷിണാമൂർത്തിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നാം ഇന്നത്തെ ഈ മനോഹരമായ സന്ധ്യ സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈണമിട്ട ഗാനം എന്ന സിനിമയിലെ
ആലാപനം എന്ന ഗാനം നമ്മളിവിടെ ദീപം തെളിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ കേൾപ്പിച്ചത്. ആലാപനത്തിൻ്റെ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ഇനിയും ഒരു 10 വർഷത്തെ പദ്ധതികളിലെല്ലാം നമ്മൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ മനോഹരമായ നമ്മുടെ 10ാം വർഷാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായ MLAയും അതിനു മുമ്പ് തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രശസ്തനായ മേയറുമായിരുന്ന എൻ്റെ ചിരകാല സ്നേഹിതൻ ശ്രീ രാജൻ ജെ പല്ലൻ. അതിനൊക്കെ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. രാജൻ ജെ പല്ലനും ആലങ്കോട് ലീലാകൃഷ്ണൻ ഒരു വേദിയിൽ വരുമ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയ മാനം കൈവരികയാണ്. അതിൽ രാജൻ ജെ പല്ലൻ ജയിച്ചു, ആലങ്കോട് ലീലാകൃഷ്ണൻ ജയിച്ചു. കാരണം ആലങ്കോട് ലീലാകൃഷ്ണൻ തോറ്റപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് തിരിച്ചു കിട്ടി, സാംസ്കാരിക വേദിക്ക് കിട്ടി, പ്രസംഗത്തിന് കിട്ടി, നമുക്കെല്ലാവർക്കും തിരിച്ചു തരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അവരെ രണ്ടുപേരെ കൊണ്ട് ഗംഭീരമായിട്ട് ഇവിടെ പ്രസംഗിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും എൻ്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. പക്ഷേ ആലങ്കോടും രാജൻ ജെ പല്ലനും രണ്ടുപേരും മത്സരിക്കാതെ മാറിയുന്നത് ഞാനാണ്. പിറ്റേ ദിവസം ആലങ്കോട് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നമ്മളെ കുടുക്കിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചേർന്ന പണിയല്ല അത്, ആലങ്കോടിനെ ജയിപ്പിക്കാൻ നോക്കാം. പക്ഷെ ആലങ്കോട് ജയിച്ചു. ആലങ്കോട് ജയിച്ചത് നമുക്ക് വേണ്ടിയാണ്, രാജൻ ജെ പല്ലൻ ജയിച്ചതും നമുക്ക് വേണ്ടിയാണ്. എന്തായാലും ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരനായ MLA രാജൻ ജെ പല്ലനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാന്യനായ അധ്യക്ഷൻ, ഗീതം സംഗീതം എന്ന കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് റഷീദ്, സ്വാഗതം ആശംസിച്ച ശ്രീ സുകുമാരൻ, നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട കവിയും പ്രഭാഷകനുമായ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ, മധു അനല്ലൂർ, നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട പ്രശസ്ത കലാകാരൻ കൂടിയായ ജയരാജ് വാര്യർ, ഹരി ഏറ്റുമാനൂർ, പ്രിയപ്പെട്ട പരമേശ്വരൻ, മധു അടക്കമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ജഡ്ജി ഹണി റോസ് അടക്കമുള്ള സദസ്സിലെയും പ്രമുഖ വ്യക്തികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടെ ഗീതം സംഗീതം എന്ന കലാ സാംസ്കാരിക വേദിയുടെ 10ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. സംഗീതത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും സമർപ്പണ ബോധവും കൂടിയാണ് ഈ കൂട്ടായ്മയുടെ വിജയമെന്ന് എനിക്കറിയാം. 10 വർഷത്തിനുള്ളിൽ നിരവധി സംഗീത പരിപാടികളും പ്രശസ്തരായ പലരെയും സ്റ്റേജിൽ വിളിച്ച് വരുത്തി അഭിനന്ദിച്ചുകൊണ്ട് അവാർഡുകൾ നൽകിക്കൊണ്ട് വളരെയധികം പ്രോത്സാഹനങ്ങൾ സംഗീതത്തോടുള്ള താല്പര്യം കൊണ്ട് ഈ സംഘടനയുള്ളവർ നടത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ സംഗീതം എന്ന കലാ സാംസ്കാരിക വേദിയിൽ ഞാൻ ആദ്യം കരുതിയത് 10-25 പേരുടെ ഒരു സംഘടനയാണെന്നാണ്. പക്ഷെ പിന്നീട് ഞാനിവിടെ വന്നിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് 500-ൽ താഴെ വരുന്ന അംഗങ്ങൾ ഇതിലുണ്ടെന്നും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നും ഇടയ്ക്കിടയ്ക്ക് ജനറൽ ബോഡി കൂടി ഇതിനെ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ 10ാം വാർഷികം ആഘോഷിക്കുന്നത് എന്നും കൂടിയായിട്ടാണ് ഞാൻ കരുതുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിലെ പി ജയേന്ദ്രൻ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയതിന് ശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മളൊരു സാംസ്കാരികമായ എന്തെങ്കിലും സ്ഥാപിക്കാനായൊരു തീരുമാനം അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം അത് മാധ്യമങ്ങളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തൃശ്ശൂർ കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഒരു സാംസ്കാരിക സ്ഥാപനം എന്താണ് തീരുമാനമെടുത്തിട്ടില്ല, എന്തായാലും പ്രതിഭയല്ല അല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ഒരു വിഷയം കൂടി ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഗീതം സംഗീതമെന്ന
ഈ കലാ സാംസ്കാരിക വേദിയുടെ 1ാം അവാർഡ് ജേതാവായി തിരഞ്ഞെടുത്തത് പി ജയേന്ദ്ര മാഷിനെയായിരുന്നു. 1 ലക്ഷം രൂപയാണ് അദ്ദേഹം അതിനുള്ള അവാർഡ് നൽകിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2ാമത്തെ അവാർഡ് ചിത്രയ്ക്കാണ് നൽകിയത് എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. എന്തായാലും ഈ പരിപാടി നമ്മുടെ ജില്ലയിലെയും സംസ്ഥാനത്തിലെയും സംഗീതത്തെ ഇഷ്ടപ്പെടുകയും സംഗീതത്തെ ചേർത്ത് പിടിക്കാനും ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മയും ഒപ്പം തന്നെ പുതിയതായിട്ട് വരുന്ന സംഗീതത്തോടുള്ള താല്പര്യമുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വേദിയായി മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ജയരാജ് വാര്യരും അതുപോലെ തന്നെ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ സാറുമൊക്കെ നമുക്ക് ഈ വേദിയിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് കുറേ തവണ സീറ്റിനൊക്കെ ശ്രമിച്ചു. 1-2 തവണ സീറ്റ് കിട്ടാതെ ലഭിച്ചു പോയി. അങ്ങനെ ഇപ്രാവശ്യമാണ് സീറ്റ് കിട്ടാൻ തീരുമാനം ഏകദേശമായപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മുടെ ശത്രു രാഷ്ട്രീയ വ്യത്യാസം ആരാണ് വരിക എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തോന്നുക. അപ്പോൾ ഞാനങ്ങനെ സീറ്റൊന്നും ഉറപ്പായിട്ടില്ലെങ്കിൽ പോലും ആരായിരിക്കും വരാൻ സാധ്യത എന്ന് കേട്ടപ്പോഴാണ് ആലോചിച്ചപ്പോഴാണ് ജയരാജ് വാര്യരുടെ പേര് കേട്ടത്. ജയരാജ് വാര്യരുടെ പേര് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. കാരണം സ്വാഭാവികമായിട്ട് ഒരുപാട് ആരാധകരുള്ള ജയരാജ് വാര്യരുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആരാധകരുള്ള ജയരാജ് വാര്യർ വരുമ്പോൾ അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ചിന്തയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഫോണിൽ സംഭാഷണത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കവിയും പ്രഭാഷകനുമായ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ ഇലക്ഷന് മത്സരിക്കാൻ വരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇലക്ഷനിൽ വോട്ട് ചെയ്ത് നമ്മൾ ഒരുപക്ഷെ ഞാൻ ജയിച്ച് കാണാം. പക്ഷേ കവി എന്ന രീതിയിലും പ്രഭാഷകൻ എന്ന രീതിയിലും ഏറ്റുമുട്ടിയാൽ എനിക്ക് 0 മാർക്ക് ലഭിക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഒരുപാട് ഗ്രാമീണ ബാങ്കിലെ ഒരു മാനേജർ എന്നെ വിളിക്കുകയുണ്ടായി ആ അവസരത്തിൽ. അദ്ദേഹം പറഞ്ഞു, നല്ല മനുഷ്യനാണ്, കവിയാണ്, പ്രഭാഷകനാണ്, അദ്ദേഹത്തെ കൂടുതൽ അടുത്താൽ അദ്ദേഹത്തെ നമ്മൾ സ്നേഹിച്ചു പോകും, അത്ര നല്ല മനുഷ്യനാണെന്നും പ്രഭാഷകനാണെന്നും ഒരുപാട് അറിവുള്ള മനുഷ്യനാണെന്നും ഒക്കെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് എനിക്ക് അദ്ദേഹത്തോട് അന്ന് കൂടുതൽ അടുപ്പമാകുമ്പോൾ തന്നെ അദ്ദേഹത്തോട് ആരാധനയും ഇഷ്ടവും തോന്നിയിരുന്നു. എൻ്റെ മകളുടെ മകൾ പറയുകയാണ്, അപ്പാപ്പൻ്റെ ഒപ്പം ഉള്ള ഫോട്ടോ ഇല്ലേ, ഞാനും അദ്ദേഹം ഒരു ചായ ഉണ്ടെന്ന് പറഞ്ഞു, മുഖച്ചായ. ശരിയാണോ? ഞാനും അദ്ദേഹം ഒരു മുഖച്ചായ ഉണ്ടെന്ന് പോലും എൻ്റെ മകളുടെ മകൾ പറയുകയാണ്. അപ്പം എന്തായാലും അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ജയരാജ് വാര്യരും അതുപോലെ തന്നെ ഈ സംഘടനയും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളോട് കാണുവാനും 2 വാക്ക് സംസാരിക്കാനും അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഏറ്റവും പുതിയ കോർപ്പറേറ്റ് മെമ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് വിട്ടുപോയി സർ, പ്ലീസ്. ഡോക്ടർ പ്രഭാകരൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കും. വരൂ. ഞാൻ നോക്കി വേറെ ആരൊക്കെയുള്ളത്. നമ്മുടെ പ്രഭാകരൻ സാറിന് നമുക്കൊരു കോർപ്പറേറ്റ് മെമ്പർ ഇഷ്ടം, നമ്മുടെ സ്വത്തല്ലേ. മെയ് മാസത്തിൽ ആലങ്കോട് എഴുതിയ മെയ് മാസ പുഷ്പങ്ങൾ മാതൃഭൂമിയിൽ വായിച്ച് ഭയങ്കര ഗംഭീര കവിതയായിരുന്നു. പിന്നെ സ്വപ്നം വിതച്ചവർ, അതുപോലെ തന്നെ ദുഃഖരാമായണം, ഈ 3 കവിതകൾ അതിഗംഭീരങ്ങളാണ് ഈ അടുത്ത കാലത്ത് എഴുതിയത്. മെയ് മാസ പുഷ്പങ്ങൾ എഴുതുന്നതിൻ്റെ പിന്നിൽ എനിക്കറിയാം, കാരണം മെയ് മാസത്ത് വെയിൽ കൊള്ളേൻ്റെയാണ് കുറേ. പിന്നെ മെയ് മാസത്തിൽ വിരിയുന്ന മെയ് ഫ്ലവറും, അതിനകത്തൊരു വളരെ മനോഹരങ്ങളായ ഇമേജറി ഉണ്ട്. ഞാനെന്നും നേരത്തെ രാജൻ ജയപ്പെല്ലാം പറഞ്ഞ പോലെ പ്രഭാഷണ കലയിൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രഭാഷകനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. കവി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും പ്രഭാഷകൻ എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മളെ ഒരു മനോഹരമായ കവിത കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയതരമായ ഒരു ഗാനം കേൾക്കുന്ന പോലെ നമ്മെ രസിപ്പിക്കുന്ന, അതോടൊപ്പം ചിന്തിപ്പിക്കുന്ന, അതോടൊപ്പം നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പ്രിയങ്കരനായ എൻ്റെയും നിങ്ങളുടെയും ഗീതം സംഗീതത്തിൻ്റെയും പ്രിയ സുഹൃത്തായ ആലങ്കോട് ലീലാകൃഷ്ണനെ ആദരപൂർവ്വം മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഇലക്ഷൻ കാലത്ത് കേൾക്കാൻ പറ്റിയില്ല, അന്ന് ശത്രുവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കണമെന്നാണ് രാജൻ ജയപ്പല്ലൻ MLAയുടെ ആഗ്രഹം. ആ ഒരു മോഹം കൂടെ ഇവിടെ പൂവണിയട്ടെ.
അങ്ങേയറ്റം ആദരണീയനായ അധ്യക്ഷൻ റഷീദ് ഭായ്, പ്രിയപ്പെട്ട എൻ്റെ എത്രയോ വർഷങ്ങളിലെ ഹൃദയത്തിൻ്റെ അയൽക്കാരനായ മിത്രം, സുഹൃത്ത്, സഹോദരൻ ജയരാജ് വാര്യർ, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് സുകുമാരൻ ചിത്രസൗധം. അതുപോലെ ഞങ്ങൾ തമ്മിൽ വളരെ സൗഹാർദ്ദത്തിലുള്ളൊരു മത്സരമാണ് ഞാനും രാജൻ ജെ പല്ലനും തമ്മിൽ നടന്നത്. കേരളത്തിൽ ഇത്രയും സൗഹാർദ്ദത്തോടു കൂടിയൊരു മത്സരം തൃശ്ശൂരല്ലാതെ എവിടെയും നടന്നിട്ടുണ്ടാവില്ല. അത്ര നല്ല സുഹൃത്തായ രാജൻ ജെ പല്ലൻ, പ്രിയപ്പെട്ട മധു സപ്തവർണ്ണ, പ്രിയപ്പെട്ട മറ്റേ മധു, 2 മധു ആയതുകൊണ്ട് ഒരു മധുവിനെ അങ്ങനെ പറയുന്നു. പിന്നെ ഈ മധുവിൻ്റെ സപ്തവർണ്ണൻ്റെ മനസ്സിൽ ഓർമ്മയാണ് പ്രഭാകരേട്ടൻ, വാ തുറന്നാൽ വയലാർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഹരി ഏറ്റുമാനൂർ. വാ തുറന്നാൽ വയലാറെന്നേ പറയുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് പരമേശ്വരേട്ടൻ. പ്രിയപ്പെട്ട സദസ്സിലിരിക്കുന്ന ജോർജസ് പോൾ സാർ, MRBയുടെ മകൾ തങ്കമണി ചേച്ചി, ഇങ്ങനെ ഒരുപാട് ആളുകൾ സദസ്സിലിപ്പം രാജൻ എത്തിയ പ്രിയപ്പെട്ട രാജൻ, എല്ലാ അർത്ഥത്തിലും എൻ്റെ സഹോദരതുല്യനായ സുഹൃത്ത്, സഖാവ്. എൻ്റെ കവിതകൾ നിയമസഭയിൽ രേഖയാക്കിയ ആളാണ് രാജൻ. 5 or 10 കവിത നിയമസഭയിൽ രാജൻ ഉദ്ധരിച്ചിട്ടുണ്ട്. രാജൻ ഉദ്ധരിച്ചിട്ടാണ് ഇനി എനിക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിത ഇത്ര പ്രശസ്തമായത് എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആ നിലയ്ക്ക് രാഷ്ട്രീയമായും കവിത കൊണ്ടും ജീവിതം കൊണ്ടും എൻ്റെ പ്രിയപ്പെട്ട അനുജനാണ് കെ രാജൻ. രാജന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അർപ്പിക്കുന്നു. അവനെ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. ഞാൻ കടന്നു വരുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് പെൺകുട്ടി പാടുകയായിരുന്നു, മൈത്രീം ഭജത അഖില ഹൃജേത്രീം, മൈത്രീം ഭജത അഖില ഹൃജേത്രീ. ആ കീർത്തനത്തിന്, അതൊരു കീർത്തനമല്ല, അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ MS സുബ്ബലക്ഷ്മി പാടിയതാണ്. ലോകമൈത്രിക്ക് വേണ്ടി പാടിയ പാട്ടാണ്. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത് മൈത്രിയാണ്. മൈത്രി എന്നത് മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളും പരമസ്നേഹത്തോടു കൂടി ഒന്നിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. നിർഭാഗ്യവശാൽ എണ്ണമറ്റ യുദ്ധങ്ങൾ, മുറവിളികൾ, ആർത്തനാദങ്ങൾ, ദുരന്തങ്ങൾ, വളരെ വളരെ പ്രയാസം നിറഞ്ഞൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആ കാലത്താണ് 10 വർഷമായി മൈത്രിക്ക് വേണ്ടി സംഗീതത്തെയും സ്നേഹത്തെയും ഉപയോഗപ്പെടുത്തിയ ഗീതം സംഗീതം എന്ന ഈ പ്രസ്ഥാനത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. തൃശ്ശൂരിലെ ജനസംഖ്യയിൽ പകുതിയോളം ആളുകൾ പാട്ടുകാരായി മാറിയത് ഗീതം സംഗീതം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൃശ്ശൂർ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയോളം പേർ പാട്ടുകാരാണ്. എല്ലാവരെയും പാട്ടുകാരാക്കുക എന്നതൊരു വലിയ സ്വപ്നമാണ്. എല്ലാവരും പാട്ടുകാരും കലാകാരന്മാരും ആയാൽ യുദ്ധങ്ങൾ അവസാനിക്കും. ഹിംസാത്മകതയ്ക്ക് പകരം വയ്ക്കാൻ സർഗാത്മകതയല്ലാതെ മറ്റൊന്നില്ല. സർഗാത്മകത കൂടി വന്നാൽ ഹിംസാത്മകത കുറഞ്ഞു വരും. അപ്പോൾ ഒരു യുദ്ധവിരുദ്ധ പ്രവർത്തനം കൂടിയാണ് ഗീതം സംഗീതം നടത്തിക്കൊണ്ടിരുന്നത്. മൈത്രിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇവർ ചിത്രസൗധം സുകുമാരനാണെങ്കിലും ജയരാജ് വാര്യരുടെ സൗഹൃദം കൊണ്ടാണ് ലോകത്തുള്ള സകല മനുഷ്യരും ഇവിടെ വന്നത്. പിന്നെ റഷീദ് ഭായ്, ഇവരൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട മിത്രങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഈ സുഹൃത്തുക്കളുടെ ഈ 10 വർഷത്തെ അശ്രാന്ത പരിശ്രമവും നിഷ്കാമ കർമ്മവും, ഒന്നും ആഗ്രഹിക്കാത്ത കർമ്മമാണ്. ഇപ്പോൾ നിഷ്കാമ കർമ്മികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നിഷ്കർമ്മ കാമികളുടെ എണ്ണം കൂടി വരികയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നിഷ്കാമ കർമ്മികളും നിഷ്കർമ്മ കാമികളും. ഒരു കർമ്മവും ചെയ്യാതെ കാമം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് പാട്ടിൻ്റെ സ്നേഹം. പാട്ട് കേൾക്കുന്നവർ, ഞാൻ അന്നും പ്രസംഗിച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കുന്നവർ, പാട്ട് പാടിക്കുന്നവർ, പാട്ട് പാടുന്നവർ കുറ്റവാളികളാവുകയില്ല. സ്നേഹം പ്രസരിപ്പിക്കാൻ ഒരു മതമേ ലോകത്ത് വേണ്ടൂ, അത് സ്നേഹമാണ്. എല്ലാ മതങ്ങളും അവിടേക്കാണ് എത്തേണ്ടത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം, ഭക്തി അനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. ഉള്ളൂർ എസ് പരമേശ്വരിയുടെ വരികളാണ്.
ഒരു മതമേ ഉള്ളൂ: ഭക്തി, അനുരാഗം, ദയ, കാരുണ്യം, മൈത്രി, സൗഹൃദം, സഖത്വം തുടങ്ങിയ അനേക പര്യായങ്ങളിൽ സ്നേഹം എന്ന ഒരു വികാരം, ഒരു മതം ലോകത്ത് നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പാട്ടിലൂടെ ചെയ്യാൻ സാധിക്കുക. നമുക്ക് കേരളത്തിൽ സ്വന്തമായ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, കുറത്തിപ്പാട്ട്, പുള്ളുവപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട് എന്നിങ്ങനെ ജാതി തിരിച്ച പാട്ടുകളായിരുന്നു. ഒരു നമ്പൂതിരി മാപ്പിളപ്പാട്ട് പാടില്ല, ഒരു പുലയൻ പുള്ളുവപ്പാട്ട് പാടില്ല, ഒരു ചെറുമൻ ബ്രാഹ്മണിപ്പാട്ട് പാടില്ല, ഒരു ബ്രാഹ്മണൻ ചെറുമപ്പാട്ട് പാടില്ല. അങ്ങനെ മനുഷ്യരെ പാട്ടുകൾ കൊണ്ടും അടുക്കാൻ സമ്മതിക്കാതെ കേട്ടുകൂടാത്ത പാട്ടുകൾ, തൊട്ടുകൂടാത്ത മനുഷ്യർ, ആ ലോകത്തെ മാറ്റിയത് പാട്ടുകളാണ്. ഒരുപക്ഷെ ഇന്ന് മലയാളികൾക്ക് ഏറ്റവും വലിയ സമ്പത്തായി, ഞാനൊരു കവിയാണെങ്കിൽ പോലും കവിതകളെ ഓർക്കുന്നതിനേക്കാൾ മലയാളികൾ ഓർക്കുന്നത് പാട്ടുകളെയാണ്. ഇപ്പം ജയരാജ് വാര്യർ തന്നെ പറഞ്ഞു, ഇന്ന് സ്വാമി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ചരമദിനാണ്. ജൂലൈ 31 10 വർഷം മുമ്പ് ഗീതം സംഗീതം തുടങ്ങിയത്. ജൂലൈ 31 മിനിഞ്ഞാന്ന് മുഹമ്മദ് റാഫി എന്ന വിശ്വഗായകൻ്റെ ചരമദിനാണ്. 31 ജൂലൈ 31 അദ്ദേഹം മരിച്ചത്. 46 വർഷം കടന്നുപോയി അദ്ദേഹം കഴിഞ്ഞിട്ട്, മരിച്ചുപോയിട്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഹൃദയവികാരങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ്. സത്യമായൊരു കാര്യമാണ്. പാകിസ്ഥാനിലെ ലാഹോറിൽ ജനിച്ച ആളാണ്. പാകിസ്ഥാനിലെ ലാഹോറിൽ ജനിച്ച റഫിയെ ലോകം മുഴുവൻ സ്നേഹിക്കുന്നു, ഇന്ത്യക്കാരും പാകിസ്ഥാനികളും സ്നേഹിക്കുന്നു. ഇപ്പം പാട്ടിന് ദേശാതിർത്തികളില്ല, പാട്ടിന് മതങ്ങളില്ല, പാട്ടിന് ഭാഷയില്ല, പാട്ടിന് അതിർത്തികളില്ല. പാട്ട് വിശ്വസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയാം. എസ് ജാനകി അടുത്ത കാലത്താണ് നമ്മൾ വിട്ടുപിരിഞ്ഞത്. മലയാളികളുടെ സ്വപ്നത്തിലും ഹർഷത്തിലും ദുഃഖത്തിലും വിരഹത്തിലും പ്രേമത്തിലും പ്രേമഭംഗത്തിലും മോഹത്തിലും മോഹഭംഗത്തിലും മരണത്തിലും വരെ ഹൃദയശ്രുതി ചേർത്ത് അരനൂറ്റാണ്ടിലേറെക്കാലം നിലനിന്ന പാട്ടുകളാണ് എസ് ജാനകിയുടേത്. എസ് ജാനകിയുടെ പാട്ടുകൾ കേട്ടാണ് നമ്മൾ ഉണർന്നത്, ഉറങ്ങിയത്. ഇനി ഉറങ്ങൂ എന്ന ഒരു പാട്ട് കേട്ടായിരുന്നു ഞാൻ സ്ഥിരം ഉറങ്ങിയിരുന്ന്. റേഡിയോ ഓഫ് ചെയ്യാതെ ഉറങ്ങി. അന്ന് റേഡിയോയിൽ ബാറ്ററിയാണ്. പാടുന്നുണ്ട്, പാടിച്ചു, ജാനകിയെ അനുസ്മരിച്ചു. ജാനകിയും MS ബാബുരാജും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ട് ഒരു കാലത്ത്. ഞങ്ങളൊക്കെ, ഞാൻ ഈ മലബാറുകാരനായതുകൊണ്ട് അടിസ്ഥാനപരമായ മലബാറുകാരനാണ്. ഉത്തര മലബാറിലും തെക്കേ മലബാറിലും ഉണ്ടായിരുന്ന സൂഫികളും ബൊഹീമിയന്മാരും അരാജകവാദികളും ഒരർത്ഥത്തിൽ ഊരുതണ്ടികളുമായിരുന്ന കുറേ സംഗീതജ്ഞരുടെ കൂട്ടത്തിലാണ് കഥാപ്രസംഗ ജീവിതമായിട്ട് ഞാൻ നടന്നത്. പുറമ്പോക്കിലാണ് യഥാർത്ഥ സ്നേഹം എന്ന കാലത്താണ് പഠിച്ചത്. അങ്ങനെ പുറമ്പോക്കിൽ ഉദിച്ച് അസ്തമിച്ചു പോയ പേരറിയാത്ത എത്രയോ ആളുകളുണ്ട്, അനാഥരായി മരിച്ചുപോയി. രാം റാവു മങ്കേഷ്കർ, ഉസ്താദ് പിച്ചമ്മു, ഉസ്താദ് കാസർഗോഡ് കുമാരൻ, അലാവുദ്ദീൻ ഖാൻ, കുറേ ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ അവരുടെയൊക്കെ പ്രതിനിധിയായിരുന്നു ബാബുക്ക. ബാബുക്ക തെരുവിൽ പാടി നടന്നയാളാണ്. തെരുവിൽ ജീവിക്കാൻ വേണ്ടി പാടി നടന്ന ആ പാട്ടുകാരനെ കണ്ടെത്തിയത് പോലീസ് കോൺസ്റ്റബിൾ കുഞ്ഞു മുഹമ്മദാണ്. ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബിലൂടെ വളർത്തിക്കൊണ്ടുവന്നു. അനേകമനേകം പാട്ടുകൾ മലയാളി ജീവിച്ചിരിക്കുന്ന കാലം, മലയാളമുള്ള കാലം വരെ ജീവിക്കുന്ന പാട്ടുകളുണ്ട്. പക്ഷേ മരിച്ചപ്പോൾ ഒരു നയാ പൈസ കയ്യിലുണ്ടായിരുന്നില്ല. ശവശരീരം കൊണ്ടുവരാൻ പോലും പൈസ ഇല്ലാതെ നിസ്വനായിട്ടാണ് ബാബുരാജ് മരിച്ചത്. സ്വന്തം പാട്ടിന് വില പറയാനറിയാത്ത, അവനവനെ വിൽക്കാനറിയാത്ത ബാബുരാജ് ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ പാടി 5 കോടിയുടെ ഫ്ലാറ്റ് സ്വന്തമാക്കിയ കുട്ടികൾക്കറിയില്ലല്ലോ കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ നടന്ന ആ പാമരനായ പാട്ടുകാരൻ ജീവിതം കത്തിച്ചാണ് നമുക്ക് പാട്ട് തന്നത്. ഞാനൊക്കെ രാഗങ്ങൾ പഠിച്ചത്. ഇപ്പം യമൻ കല്യാൺ രാഗം പഠിക്കാൻ ബാബുക്കയുടെ പാട്ടുകൾ മതി. ജാനകിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ജാനകിയുടെ അതിപ്രശസ്തമായ ഒരു പാട്ട് നിങ്ങൾക്കറിയാവുന്നൊരു പാട്ടാണ്. ആരാധികയുടെ പൂജാകുസുമം ദൂരെയെറിഞ്ഞു ദേവൻ, ദൂരെയെറിഞ്ഞു ദേവൻ. പാപിയെ വെളിയിൽ തള്ളി അമ്പലഗോപുര വാതിലടച്ചല്ലോ. ആരാധികയുടെ പൂജാകുസുമം ദൂരെയെറിഞ്ഞു ദേവൻ, ദൂരെയെറിഞ്ഞു ദേവൻ. നിരിഗരി സദ നിരിഗ ഗപരീസ. ഇത് യമൻ കല്യാൺ എന്നൊരു രാഗമാണ്.
ബാബുക്കയെ യമൻ ബാബു എന്ന് വിളിച്ചിരുന്നു ആളുകൾ. യമൻ ചാ കാലൻ ബാബു അല്ല, യമൻ കല്യാൺ രാഗത്തിൻ്റെ ബാബു, കല്യാൺ ബാബു എന്ന് വിളിച്ചിരുന്നു. കല്യാൺ രാഗത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പാട്ടുകളിൽ അധികവും പാടിയത് എസ് ജാനകിയാണ്. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. ഇതും യമൻ കല്യാണം. ഇത് ബാബുക്കയുടെ പാട്ടുകളാണ്. ബാബുക്കയുടെ പാട്ട് ഇത് തന്നെ. ബാബുക്ക ചിട്ടപ്പെടുത്തിയ ഒരു പാട്ട് യമൻ കല്യാണിൽ പീലിയിലാണ് പാടിയത്, തച്ചോളി ഉദയനിൽ. കന്നി നിലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈതേ കൈനാറി, കയ്യിലിരിക്കണ പൂമണമിത്തിരി കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. എത്ര കാലം കഴിച്ച പാട്ടുകളാണ്, 60-70 കൊല്ലം കഴിഞ്ഞ പാട്ടുകളാണ്. അപ്പം ഇന്നും മലയാളിയെ മരിക്കാതിരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, മൈത്രിയിലേക്ക് നയിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഒരു പാട്ടുകൊണ്ടല്ലെങ്കിൽ ഇത്രയേറെ ആളുകളെ രാഷ്ട്രീയത്തിൻ്റേതല്ലാത്ത, സംഘടനകളുടേതല്ലാത്ത ബലത്തിൽ കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഗീതം സംഗീതം ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു പുതിയ കൂട്ടായ്മയാണ്. രാഷ്ട്രീയ, മത, ജാതി സംഘടനകൾക്ക് പകരം ഒരു പാട്ട് സംഘടനയ്ക്ക് ആധുനിക ലോകത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഗീതം സംഗീതത്തെ ചൂണ്ടിക്കാണിക്കാം. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഗീതം സംഗീതം പോലെ അനേകം പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ഗ്രാമനഗരങ്ങളിൽ വളർന്നു വരണം. ഇതൊരു പ്രസ്ഥാനമായി, പാട്ട് പ്രസ്ഥാനമായിട്ട് വളരണം. അതിന് ഗീതം സംഗീതം നേതൃത്വം കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ഗീതം സംഗീതം ചെയ്യുന്നുണ്ട്. എത്രയോ ആളുകളെ ഞാൻ പലതിനും വന്നു. MS വിശ്വനാഥനെ ഓർക്കുമ്പോൾ വന്നു, തമ്പിസാറിനെ ആദരിക്കുമ്പോൾ വന്നു. തമ്പിസാറിനെ ആദരിച്ച സമയത്ത് അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഗംഭീരമായ പരിപാടിയാണ് തൃശ്ശൂരിൽ നടന്നത്. നേരത്തെ പറഞ്ഞില്ലേ, റഫി സാബിനെയൊക്കെ ഇങ്ങനെ ഇപ്പോഴും ബാബുക്ക ഒരിക്കൽ പറഞ്ഞു, ഞാൻ റഫി സാബിൻ്റെ പല പാട്ടുകളുടെയും സ്വാധീനത്തിലാണ് പാട്ടുകൾ ചെയ്തത്. അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചൊരു പാട്ട് അത്ഭുതം തോന്നും. നേരിട്ട് സ്വാധീനമൊന്നുമില്ല. ഇന്ന് പാട്ടുകൾ അടിച്ചു മാറ്റുന്നവരുടെ ലോകമാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ പാട്ട് അതുപോലെ അടിച്ചു മാറ്റി സ്വന്തമാണെന്ന് പറയാൻ ഒരു ലജ്ജയില്ലാത്ത ആളുകൾ ജീവിക്കുന്ന കാലത്ത് ബാബുരാജ് ഒരിക്കൽ പറഞ്ഞു, ചൗദവിങ്ക് ഹോ യാപ് താബ് ഹോ जो भी हो तुम खुदा की कसम लाजवाब हो, ചുതുവിങ്ക ചാന്ത് ഹോ. ഈ പാട്ടുണ്ടായതുകൊണ്ടാണ് വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി. ഇതും ജാനകിയാണല്ലേ, അതും ജാനകിയാണ്. അപ്പം ജാനകി ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു കുഴപ്പം, പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഇലക്ഷന് നിന്നതുകൊണ്ടൊരു ഗുണമുണ്ടായി. സ്ഥാനാർത്ഥി അധികം പ്രസംഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പ്രസംഗം ചുരുക്കാൻ പഠിച്ചു. അതുകൊണ്ട് തൃശ്ശൂരുകാർക്ക് 2 ഗുണമാണ് ഉണ്ടായത്. ഇലക്ഷനിൽ നിന്ന് തോറ്റതുകൊണ്ട് പ്രസംഗം ചുരുക്കുക എന്ന ഒരു ജനസേവനം ചെയ്യാൻ ഞാൻ പഠിച്ചു. അതുകൊണ്ട് രാജനും കൂടി വന്ന സ്ഥിതിക്ക് ഇനിയും ഞാൻ വരും. ഗീതം സംഗീതം മരിക്കാത്തൊരു സംഗീത പ്രസ്ഥാനമാണ്. മനുഷ്യൻ്റെ അഹങ്കാരങ്ങളെ ഇല്ലാതാക്കാൻ ഒരൊറ്റ കലയ്ക്ക് മാത്രമേ പറ്റൂ. അത് സംഗീതമാണ്. എഴുത്തുകാർക്ക് വരെ ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ട്. പക്ഷെ പാട്ടുകാരൻ്റെ പാട്ട് കേൾക്കുന്നവൻ്റെ അഹന്ത മുഴുവൻ പോകും. ആര് വലിയവൻ, ആര് ചെറിയവൻ. ഈ അപ്പോൾ നേരത്തെ കേൾപ്പിച്ചില്ലേ, താരാപഥത്തെ നയിക്കുമീ താരം സത്യമായി ജ്വലിപ്പൂ പരമാണുവിലും, ആരു വലിയവൻ ആരു ചെറിയവൻ ഈ സച്ചിദാനന്ദ സംഗീത വേളയിൽ ആലാപനം, അനാദിമധ്യാന്തം ഈ വിശ്വചലനം, അനവധ്യ സംഗീതാലാപനം. ഇത് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളാണ്. ഒരുപക്ഷെ അതിൽ ഇരയിമ്മൻ തമ്പിയുടെയും ഒക്കെ സ്വാതി തിരുനാളിൻ്റെ ഒക്കെ കീർത്തനത്തോടൊപ്പം പറയാവുന്നൊരു പാട്ടാണ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ശ്രീകുമാരൻ തമ്പി സാറിനെ ഏറ്റവും നല്ല രീതിയിൽ ആദരിച്ചത് ഗീതം സംഗീതമാണ്. പി ജയേന്ദ്രൻ ചേട്ടന് അദ്ദേഹത്തിൻ്റെ
നല്ല സമയത്ത് പുരസ്കാരം കൊടുത്തു, അദ്ദേഹം അന്ന് പാടിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഗീതം സംഗീതം ചെയ്യുന്ന ഈ മഹത്തായ സേവനങ്ങളെ ആശംസിക്കാൻ എൻ്റെ കവിത പോരാത്തത് കൊണ്ട് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ 2 ഗീതങ്ങൾ ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ ആശംസ പൂർത്തിയാക്കും. കവി ആയതുകൊണ്ടാണ് കവിത, പാട്ട് മാത്രം പോരല്ലോ. വേണ്ട ശങ്കർ കുറുപ്പ് സാറിൻ്റെ പരിഭാഷയാണ് ഇത്. ഗീതം സംഗീതത്തിന് വേണ്ടി പണ്ട് ടാഗോർ എഴുതി എന്നെ ഏൽപ്പിച്ചതാണ്. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ, എന്നറിവു ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലം ആയിപ്പോയില്ലെന്നറിവു ഞാൻ. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. ഒന്നുമൊന്നും വ്യർത്ഥമായില്ലെന്നറിവു ഞാൻ, എന്നറിവു ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ ഹാ വിഫലമായി പോയില്ല എന്നറിവു ഞാൻ. 10 വർഷം ഗീതം സംഗീതം ചെയ്തതൊന്നും വിഫലമായിട്ടില്ല, ഒന്നും വെറുതെ ആയിട്ടില്ല, എല്ലാം സഫലമാണ്. ജയരാജ് വാര്യർക്കും ചിത്രസൗധം സുകുമാരനും റഷീദ് ഭായിക്കും ശോഭനയ്ക്കും മധുവിനും അടക്കം ആരൊക്കെയാണോ ഇതിൻ്റെ കൂടെയുള്ളത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം, പ്രണാമം. എല്ലാത്തിൻ്റെയും മുകളിൽ കവിതയാണ്. കവിതയെ നമ്മളിങ്ങനെ വെള്ളം ചേർക്കുമ്പോഴാണ് അത് പാട്ടായി മാറുന്നത്. അതിമനോഹരമായ അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയും ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ തന്നെ കവിതകളെല്ലാം ചേർത്തുകൊണ്ട് നമ്മെ കൊണ്ടുപോയത് അപാരസുന്ദരമായ ഒരു സംഗീത സാഗരത്തിൻ്റെ കരയിലേക്കാണ്. നന്ദി പ്രിയങ്കരനായ ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇനി എനിക്ക് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇനിയൊന്നും എലക്ഷൻ നിൽക്കേണ്ട ആവശ്യമില്ല. രാജനൊന്നും തോന്നരുത്. ഇനി വേണമെങ്കിൽ രാജ്യസഭ MP-യോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റോ, എന്താ കുഴപ്പം? അത്തരത്തിലുള്ള പദവികൾ മാത്രമേ ആലങ്കോടിനെ ഇനി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനും ആലങ്കോടും ഇനി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വഴിയില്ല എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ആലങ്കോടിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഗീതം സംഗീതത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഗ്രാമാന്തരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും നാളെ തന്നെ ആരംഭിക്കുകയാണ്. തൃശ്ശൂരിലെ എല്ലാ വില്ലേജുകളിലും ഗീതം സംഗീതം ആരംഭിക്കും. മാത്രമല്ല ഞങ്ങൾക്ക് ദുബായിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ട്. ദുബായ് ചാപ്റ്റർ UAE ചാപ്റ്റർ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഗ്രാമങ്ങളിലേക്ക് ഗീതം സംഗീതത്തിൻ്റെ ആ ഒരു സംഗീതത്തെ പ്രസരിപ്പിക്കാനും അവിടെ നിന്നുള്ള ഗായകരെ കണ്ടെത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നാളെ തന്നെ ആരംഭിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പ് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രചാരകനായി മുന്നിൽ നിൽക്കാൻ അഡ്വക്കേറ്റ് K. രാജൻ MLA ഉണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഗീതം സംഗീതത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, മെമ്പറാണ്. മാത്രമല്ല എനിക്ക് രാജൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഒല്ലൂർ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ച അതേ വർഷമാണ് ഗീതം സംഗീതം പിറന്നത്, 2016. രാജൻ അസംബ്ലിയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതാ തുടങ്ങുകയാണ് ഗീതം സംഗീതം. അത് കഴിഞ്ഞ് രാജൻ ചീഫ് വിപ്പായി. അത് കഴിഞ്ഞ് അദ്ദേഹം
കേരളത്തിലെ എല്ലാവർക്കും ഭൂമി കൊടുക്കുന്ന മന്ത്രിയായി. മാത്രമല്ല ഈ 30-ാം തീയതി അറിയാമല്ലോ, ചുരൽമലയിലുണ്ടായ ആ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച കേരളത്തിൻ്റെ എക്കാലത്തെയും മികച്ച റവന്യൂ വകുപ്പ് മന്ത്രിയായി. വലിയൊരു രാഷ്ട്രീയ മത്സരത്തിൽ ഈ 3-ാം തവണയും രാജൻ വിജയിച്ചു. രാജൻ എന്ന പേര് ജയിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. രാജകീയമായ ഒരു കാലഘട്ടമാണ് രാജൻ്റെ. ഇനിയും ആ കാലം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി, പ്രഭാഷണം ആയിരിക്കില്ല, ചിലപ്പോൾ പാട്ടായിരിക്കും, കവിതയൊക്കെ ആയിരിക്കാം, പ്രിയങ്കരനായ രാജൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ആദ്യം പറയാം. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഗീതസംഗീതത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പങ്കെടുത്ത അതിഥികളും അതിൽ നടത്തിയ എല്ലാം സചിത്രങ്ങൾ എല്ലാം അതിനകത്തുണ്ട്. അതിൽ ശ്രീകുമാരൻ നമ്പി സാറും ആലങ്കോടും ഹരി ഏറ്റുമാനൂരും ഉൾപ്പെടെയുള്ള പിന്നാരൊക്കെയാണ് ഒരുപാട് പേർ, വയലാർ ശരചന്ദ്രവർമ്മയൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്മരണിക പ്രകാശനം ചെയ്യാണ്. ആ സ്മരണിക പ്രകാശനം ചെയ്യാൻ എടുത്തോളൂ നമ്മുടെ പ്രിയങ്കരനായ, നമ്മുടെ തന്നെ മെമ്പറായിട്ടുള്ള, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നമ്മുടെ തന്നെ മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് കെ രാജൻ MLA ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ വേണ്ടി പ്രിയങ്കരനായ ആലങ്കോട് ലീലാകൃഷ്ണനെയും ക്ഷണിക്കുന്നു. മൊഴി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്മരണിക സുവനീര് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കും. ഈ വേദിയിൽ വെച്ച് ഈ വേദിയിലെ അതിഥികൾ ആ സ്മരണിക ബഹുമാനപ്പെട്ട MLA രാജനോടൊപ്പം, ആലങ്കോടിനോടൊപ്പം, ഹരിയേട്ടനോടൊപ്പം ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു 2 സെക്കൻഡ്. ഗീതം സംഗീതത്തിൻ്റെ 10ാമത് വാർഷികത്തിൻ്റെ ഭാഗമായി ഇവിടെ ചേരുന്ന ഈ ഗാനസന്ധ്യയിൽ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ സദസ്സിലുള്ള ആളുകളുടെ, വേദിയിലുള്ള ആളുകളുടെ പേരുകൾ മാത്രം പറയാതെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതിനേക്കാൾ പ്രഗത്ഭരും അതിനേക്കാൾ മഹനീയരുമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ സദസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സമ്പന്നമായിട്ടുള്ള ഈ വേദിക്ക് എല്ലാ വിധത്തിലുമുള്ള നമസ്കാരം. ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല, കാരണം ഇനി അതൊരു ചതിയായിരിക്കും. കൃത്യം 5 മണിക്ക് തന്നെ എത്താം എന്ന് നേരത്തെ ജയേട്ടനോട്, ജയരാജ് വാര്യരോട്, ഇതിൻ്റെ സംഘാടകരോടെല്ലാം ഉറപ്പ് പറഞ്ഞതാണ്. എന്നാൽ വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഇന്നലത്തെയുമായിട്ടുള്ള മഴക്കെടുതികളുടെ നടുവിൽ നിന്ന് എത്തിപ്പെടാനുള്ള ഒരു യാത്രാ നേരം ഇത്തിരി അധികരിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യം മുതൽ എത്തിച്ചേരാൻ പറ്റാഞ്ഞത്. പക്ഷേ ഗീതം സംഗീതത്തിൻ്റെ ആദ്യം മുതൽ ഞാനുണ്ടായിരുന്നു. ഗീതം സംഗീതത്തിൻ്റെ ഒരു അംഗമായി 10 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പാട്ടുയാത്രയിൽ പങ്കെടുക്കാനായി എന്നുള്ളത് ജീവിതത്തിലെ സംഘടനാ പ്രവർത്തനത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് ഈ 10ാം വാർഷികത്തിൽ വളരെ സന്തോഷപൂർവ്വം രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാർ വന്ന് പാടിയ ഒരു വേദി. പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാകില്ല, പക്ഷേ പാട്ടിനെ അതിൻ്റെ ആധികാരികമായി വിലയിരുത്താൻ പറ്റിയ എല്ലാ കേൾവിക്കാർക്കും അനുഭവസാക്ഷ്യമായി ആ പാട്ടോർമ്മകൾ പങ്കുവച്ച ഒരു വേദി. ഇങ്ങനെ ഗീതം സംഗീതം
10 വർഷക്കാലത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള യാത്രയിൽ കണ്ട് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അയ്യന്തോളിലെ വെഡ്ഡിംഗ് വില്ലേജിൽ പി ജയചന്ദ്രന് ഈ സംഗീതം കൊടുത്ത ആദരവ് ഇപ്പോഴും മനസ്സിൽ മായാത്ത ഒരു സ്മരണയായി, ഒരു നിറക്കൂട്ടായി നിൽക്കുന്നുണ്ട്. ജയേട്ടനെ നമുക്കെല്ലാവർക്കും അറിയാം. ജയേട്ടൻ്റെ പാട്ടുകളറിയാം, ജയേട്ടൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇംഗിതങ്ങളെല്ലാം അറിയാം. അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ ഇരുന്ന് തന്ന് സംഗീതം കൊടുത്ത സ്നേഹപൂർവമായ ആദരവ് ഏറ്റുവാങ്ങിയ അസുലഭമായിട്ടുള്ള നിമിഷത്തിൽ അത് കൈമാറാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങളിലൊന്നാണ്. ചിത്രചേച്ചിക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിലും സംഗീതത്തിൻ്റെ സംഘാടകനായ ഒരു അംഗം എന്ന നിലയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് നല്ല തിരക്കിലായതുകൊണ്ട് ഞാനുണ്ടായില്ല. ആലങ്കോടും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ നല്ല തിരക്കിലായിരുന്നു. ജയേട്ടൻ പറഞ്ഞതിലൊരു വിയോജിപ്പ് ജയേട്ടൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. മറ്റു കാര്യങ്ങളിൽ അംഗീകരിക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ആലങ്കോട് എഴുതിയിട്ടുണ്ട് പൂവാകെ ചോക്കുന്ന വിധം എന്നൊരു കവിത. പണ്ടത്തെ പോർക്കളത്തിലുണ്ടായതാണു ഞാൻ, ചോര നനച്ചു വളർത്തിയ നോവിൻ്റെ പേരറിയാത്ത വികാരമാകുന്നു ഞാൻ. എണ്ണമില്ലാത്തോളമുള്ള മനുഷ്യരി മണ്ണിൽ പിടഞ്ഞു മരിച്ച കാലങ്ങളിൽ ആത്മാവ് ചോരച്ചു പുഷ്പിച്ചതാണ് ഞാൻ, തോൽക്കാതുയർക്കും മനുഷ്യവംശത്തിനായി. ഞാനിപ്പോഴും മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആലങ്കോട് ടാഗോറിനെ പാടിയപ്പോൾ ആലങ്കോടിനെ പാടാൻ ആരെങ്കിലും വേണ്ടേ എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കവിത ഓർത്തെടുത്തതാണ്. മലയാളത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള സാഹിത്യശാഖയിലേക്ക് സമഗ്രമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു മഴയാണ് യഥാർത്ഥത്തിൽ സംഗീതത്തിൻ്റെ 10ാം വാർഷികത്തിൽ ഇവിടെ പെയ്തിറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. 10ാം വാർഷികത്തിനോടനുബന്ധിച്ച് നേരത്തെ ആലങ്കോട് പറഞ്ഞതുപോലെ സംഗീതം ഇനി കേവലം തൃശ്ശൂരിൻ്റെ നഗരഹൃദയങ്ങളിൽ മാത്രം പാടി തിമർത്തു പെയ്യാതെ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ പോകുന്ന ഒരു പെരുമഴക്കാലമായിരിക്കും സംഗീതത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും ആധികാരികമായി റഷീദക്കയും സുകുമാരേട്ടനും മധുവും ജയരാജേട്ടനും ഒക്കെയാണ് ഇതിൻ്റെ സംഘാടകരെങ്കിലും ആ സംഘാടനത്തിൻ്റെ കൂട്ടത്തിലെ ഒരാളെന്ന നിലയിൽ ആധികാരികമായി പറയട്ടെ, ഇനി നമുക്ക് ഗ്രാമങ്ങളിലേക്ക് പെയ്തിറങ്ങാൻ പോകുന്ന ഒരു മഴയായി സംഗീതം പ്രചരിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പോകാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ ഈ സ്മരണികയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ നമുക്ക് പാട്ട് വായിക്കാൻ മാത്രമല്ല കേൾക്കാനും കൂടി അവസരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്മരണികയാണ്. QR കോഡിൽ ഇവിടെ സംഗീതത്തിൻ്റെ അവതരണ ഗാനം ജനൻ രചിച്ച് തൃശ്ശൂർ പത്മനാഭൻ സംഗീതം നൽകിയിട്ടുള്ള പാടിയിട്ടുള്ള അവതരണ ഗാനം തന്നെ നിങ്ങൾക്ക് QR കോഡിലൂടെ കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ഉള്ള അവസരങ്ങൾ സമ്മാനിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. എനിക്ക് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന, നാം പുതിയ കാലത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പാടാനും പാട്ട് കേൾക്കാനും സമൂഹത്തിൻ്റെ ഹൃദയസ്പർശമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നടന്നു പോകാനും അനുവദിക്കുക എന്നുള്ളതാണ് ഇന്ന് നാം പുതിയ കാലത്തിനോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നാം നമ്മുടെ മക്കളെ റോബോട്ടുകളായി എങ്ങനെ വളർത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് റിസർച്ച് ചെയ്തത്. പലപ്പോഴും മത്സര പരീക്ഷകളിൽ 1ാം സ്ഥാനത്തെത്തുന്ന കുട്ടികളെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് യഥാർത്ഥത്തിൽ പലയിടങ്ങളിലും നാം റിസർച്ച് ചെയ്യുന്നത്. സ്കൂളുകളിൽ നടക്കുന്ന ഈ അവാർഡ് ദാന ചടങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യം, മക്കൾക്ക് കിട്ടിയ മാർക്കിനെ ചൊല്ലി പരസ്പരം നാം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളുടെ ഒരു കാലത്തിലേക്ക് നടക്കുകയാണ്. ദൈവങ്ങളുടെ തന്നെ ഇപ്പോഴത്തെ പരാതി, ഏപ്രിൽ മെയ് മാസക്കാലത്ത് ഓരോ പുഷ്പാഞ്ജലിക്കും ദൈവം 2 ചുമതലകൾ നിർവഹിക്കണം എന്നുള്ളതാണ്. ഒന്ന്, എൻ്റെ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടണം. പിന്നെ അപ്പുറത്തെ വീട്ടിലെ വത്സല ചേച്ചിയുടെ കുട്ടിക്ക് 2 വിഷയത്തിലെങ്കിലും A+ കിട്ടാതിരിക്കണം. രണ്ടും ഒരേ പുഷ്പാഞ്ജലിയിൽ ദൈവം നടത്തേണ്ട ചുമതലകളായി നിർവഹിക്കപ്പെടേണ്ടി വരുന്ന അപകടകരമായിട്ടുള്ളൊരു കാലത്തിൻ്റെ നടുവിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. ജെമിനിയുടെയും AI-യുടെയും ഒരു ലോകത്തിലേക്ക് മത്സരിക്കാൻ വിതുമ്പുന്ന ഒരു കൗമാരത്തെയും യൗവനത്തെയും ഹൃദയസ്പൃക്കായ സ്നേഹസ്പൃക്കായ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു വലിയ കർത്തവ്യം കൂടി, കേവലം പാട്ട് കേൾക്കുകയും പാട്ട് പാടുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് സർഗാത്മകമായ മാനവികത ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ പടപ്പാട്ടുകാരായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ചുമതല കൂടി
ഗീതസംഗീതത്തിൻ്റെ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. വീണ്ടും ആലങ്കോട് പറഞ്ഞതുപോലെ ആലങ്കോടിൻ്റെ തന്നെ കവിതയാണ് ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നത്. എത്ര പാടിയാലും തീരാത്ത, ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിൽ ഡോക്ടർ അരുൺ അത് ഉദ്ധരിക്കുന്നത് കേട്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക എന്നാണ് ആലങ്കോട് എഴുതി വെച്ചത്. ഇനി നമുക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം ഈ മണ്ണിനെ ഓർക്കുക. പുഴയറമ്പിലെ പുല്ലുകൾ പൂവുകൾ, പുഴയിൽ 1000 നക്ഷത്ര മീനുകൾ, ഋതുലയം ചേർത്തു പാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളപൂമ്പാറ്റകൾ, ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. ഇനി നമുക്കെന്തു വേണം ഈ ഭൂമിയിൽ, നിറയെ ജീവൻ്റെ ബന്ധുക്കളല്ലയോ എന്ന് പറയുന്ന ജീവൻ്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയുടെ ഉത്സവമായൊരു കാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കതറിയാത്തത് അവരുടെ കുറ്റമല്ല. പണ്ട് ഞാൻ KFRയിൽ ഈ ഔഷധ സസ്യ കൃഷിക്കാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അന്തിക്കാട്ട് വീട്ടിലിരുന്ന് ഞാനതിൻ്റെ നോട്ടീസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ കുട്ടി വല്ലപ്പോഴും വല്യച്ഛനെ ഒന്ന് കാണാൻ കിട്ടുന്ന അവസരമായതുകൊണ്ട് അവൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് താടി എൻ്റെ തോളോട് ചേർത്ത് വെച്ച് ഞാൻ എന്തു വായിച്ചാലും വായിക്കുന്നത് എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലായിട്ടല്ല, എന്നാലും കാതരമായിട്ട് അതൊന്ന് നോക്കുന്നൊരു ശീലമുണ്ട്. അപ്പം ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളോട് ചോദിച്ചു, എടാ ഈ പറഞ്ഞ സാധനങ്ങൾ വല്ലതും നീ ഈ തൊടിയിൽ കണ്ടിട്ടുണ്ടോ? കാരണം അത് കൂവളത്തെക്കുറിച്ചാണ്, കിഴാർനെല്ലിയെക്കുറിച്ചാണ്, തഴുതായ്മയെക്കുറിച്ചാണ്, മുക്കുറ്റിയെക്കുറിച്ചാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വന്ന കൂട്ടത്തിൽ കുറുന്തോട്ടി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇതിൽ വല്ലതും നീ കേട്ടിട്ടുണ്ടോ? കൂവളം കേട്ടിട്ടുണ്ടോ? മുക്കുറ്റി കേട്ടിട്ടുണ്ടോ? തൊട്ടാവാടി കേട്ടിട്ടുണ്ടോ? കിഴാർനെല്ലി കേട്ടിട്ടുണ്ടോ? തഴുതായ്മ കേട്ടിട്ടുണ്ടോ? കുറുന്തോട്ടി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, വല്യച്ഛ ഞാൻ കുറുന്തോട്ടി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അത്രയും സന്തോഷമായി, കാരണം കുറുന്തോട്ടി അവൾ കണ്ടല്ലോ. ഞാൻ ചോദിച്ചു, എപ്പോഴും വീട്ടിലില്ലാത്ത ഒരാളായതുകൊണ്ട് എൻ്റെ തൊടിയിൽ ഇപ്പം കുറുന്തോട്ടി എവിടെയെന്ന് എനിക്ക് പിടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, അല്ല നീ കുറുന്തോട്ടി എവിടെയാണ് കണ്ടത്? അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അച്ചമ്മ അടുക്കളയുടെ പിന്നിൽ ചാരി വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് വല്യച്ഛ എന്ന് പറഞ്ഞു. ഞാൻ ഈ കുറുന്തോട്ടി ചാരി വയ്ക്കാൻ പറ്റുന്നൊരു സാധനമല്ല, കുറുന്തോട്ടി ഇങ്ങനെ വലുതാവുന്നൊന്നല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു അടുക്കളയുടെ ചുറ്റുവട്ടത്ത് അച്ചമ്മ നടത്തിയിട്ടുള്ള ഈ അടുക്കളത്തോട്ടത്തിലായിരിക്കും അവൾ കുറുന്തോട്ടി കണ്ടത്. ഞാൻ പറഞ്ഞു, മോളെ അത് അടുക്കളത്തോട്ടത്തിലായിരിക്കും. അപ്പം അവൾ ഞാനെന്തോ ചീത്ത പറയാൻ പോവുക എന്നുള്ള പേടിയോടെ അവൾ പറഞ്ഞു, സത്യമായിട്ടും വല്യച്ഛ നമ്മുടെ അടുക്കളയുടെ പുറകിൽ വലിയ അച്ചമ്മ ചാരി വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ കുറുന്തോട്ടി എന്ന് ഉദ്ദേശിച്ചത് ജേട്ടനൊക്കെ അറിയാവുന്നതുപോലെ സാമാന്യം അത്ര ചെറുതല്ലാത്ത ഒരു തൊടിയുള്ള വീടാണ് എൻ്റെ എന്നുള്ളത് കൊണ്ട് വീട്ടിലെ പല മാവുകളിൽ അവൾ സുന്ദരി മാവ് എന്ന് വിളിക്കുന്ന ഏറ്റവും ചെറിയ മാവിൻ്റെ മാങ്ങ പറിക്കാൻ എൻ്റെ അമ്മ ഉപയോഗിക്കുന്ന 3 തോട്ടികളിൽ ഏറ്റവും ഉയരം കുറഞ്ഞ തോട്ടിയാണ് ഈ കുറുന്തോട്ടി എന്നാണ് ആ കുട്ടി കരുതി വെച്ചിട്ടുള്ളത്. ആ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മക്കൾ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് കരുതുന്നത് പോലെ മണ്ണ് തൊടരുത്, മഴ കാണരുത്, മഴ തൊടരുത്, മഴ പെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് പോകരുത് എന്ന് നിർബന്ധം പിടിച്ച് അയൽവക്കത്തെ ഒരാൾ വഴിയിൽ വീണ് കിടന്നാൽ പോലും നോക്കാതെ കൃത്യസമയത്ത് ട്യൂഷനെത്തണം എന്ന് വാശി പിടിക്കുന്ന ഒരു തലമുറയുടെ കാലത്ത് നമ്മളതിനെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തായിരിക്കണം ഈ സംഗീതം എന്ന് നമുക്ക് നല്ലതുപോലെ ഓർമ്മപ്പെടുത്താൻ പറ്റും. അതിന് നിരവധി ഉദാഹരണങ്ങൾ ഈ സദസ്സിലുണ്ട്. ഞാനിപ്പോൾ നോക്കുന്നത് ഇനി ഹൈക്കോടതിയുടെ ജഡ്ജിയാകാൻ പോകുന്ന ഹണി വർഗീസിനെയാണ്. നല്ല സാധാരണ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചാലും കേരളത്തിലെ ഹൈക്കോടതിക്കകത്തേക്ക് പോകാൻ പറ്റുന്ന ആളുകളുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഹണിയെപ്പോലെ, ജോർജ് സാറിനെ പോലെ നിരവധികളായ ഉദാഹരണങ്ങളുള്ള ഒരു ലോകത്തിൻ്റെ നടുവിൽ മനുഷ്യനാകാൻ മക്കളെ പഠിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യം നിർവഹിക്കാൻ ഗീത സംഗീതത്തിനാകട്ടെ, അതിൻ്റെ പ്രവർത്തകർക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്ത മൊഴി എന്ന സ്മരണിക മെമ്പേഴ്സിന് ഉടനെ തന്നെ ഇന്ന് തന്നെ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മൊഴിയുടെ 2 പതിപ്പുകൾ നമ്മുടെ ജോർജസ് പോൾ സാറിനും അതുപോലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹണിയം വർഗീസിനും നൽകുകയാണ്. ഇനി ഒന്നിരിക്കും സുകുമാരനെ നമ്മൾ ചില സ്ഥലത്ത് ഇരുത്തേണ്ട സമയത്ത് ഇരുത്തണം. ഇരുത്തിയാൽ മാത്രം പോരാ, സുകുമാരനെ നമുക്ക് സംഘാടകരിൽ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സൂര്യ കൃഷ്ണമൂർത്തിയെ പോലെ നമ്മുടെ
സൂര്യയുടെ, അതുപോലെ നമ്മുടെ പാലക്കാട് സ്വർലയുടെ അജയൻ ചേട്ടനെ പോലെ സുകുമാരനെ സംഘാടകരിലെ ഒരാളാക്കി നമ്മൾ വേണ്ടേ? കാരണം ഞാൻ മുഖ്യ രക്ഷാധികാരി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയും സുകുമാരൻ നമുക്ക് ഇങ്ങനെ പൂശാം, അങ്ങനെ ആവാം. അതായത് ഒരു എക്സിക്യൂഷൻ എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് സുകുമാരൻ. ഞാൻ സത്യം പറയാമല്ലോ, ഈ മൊഴി എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണത്തിൻ്റെ മുൻപ് കഴിഞ്ഞ 2-3 മാസമായിട്ട് ആ സുകുമാരൻ, അതിൻ്റെ എഡിറ്റർ വിനോദാണ്, വിനോദ് ഇവിടെയുണ്ട്. പക്ഷേ അദ്ദേഹം ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് അതിൻ്റെ പിന്നിലാണ്. ഒരു പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സുകുമാരന് ഉറക്കമില്ല. ഇന്നും സുകുമാരൻ നാളത്തെ പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞത് അടുത്ത പരിപാടി എന്താ, സുകുമാരൻ എന്നോട് പറഞ്ഞെന്താ അറിയോ, അടുത്ത 10 കൊല്ലത്തെ പരിപാടി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ആവോ എന്നാണ് പറഞ്ഞത്. അതാണ് സുകുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഘാടകനാണ്. കഴിഞ്ഞ ദിവസം നിർവാഹക സമിതിയിലെ 21 അംഗങ്ങളാണ്. സുകുമാരൻ അതിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ് അറിയാമല്ലോ. 21 മെമ്പേഴ്സ് അല്ലേ? 21 മെമ്പേഴ്സിൽ സുകുമാരൻ എന്നൊരാളെ ഞങ്ങൾ പിടിച്ച് പുറത്ത് നിർത്തി. എന്തിനാ പുറത്ത് നിർത്തിയെന്നറിയോ? ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ അവിടെ കയറി. ഞാൻ നിർവാഹക സമിതിയിലുള്ള ആളല്ല, ഞാൻ പാറ്റേൺ. അപ്പോൾ ഞങ്ങൾ സുകുമാരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കി 21 പേർ, സുകുമാരൻ ഉണ്ടെങ്കിൽ 21, സുകുമാരൻ ഇല്ലെങ്കിലും 21, അങ്ങനെ ആളായി ഞാൻ അതിൽ കയറിയപ്പോൾ എന്നോട് പ്രമീള ഗോപാലകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം നമുക്ക്. ഞാൻ പറഞ്ഞു, ഉജ്ജ്വലമായൊരു ആശയമാണ്, നമുക്ക് 10ാം വർഷത്തിൻ്റെ വേദിയിൽ ചെയ്യാവുന്നത് ഇവിടെ ഞങ്ങൾ ചെയ്യാണ്. സുകുമാരൻ അറിഞ്ഞിട്ടില്ല. സുകുമാരൻ അറിയരുത് എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എല്ലാ അമ്പലങ്ങളിലും വഴിപാട് നടത്തി. മാത്രമല്ല ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് സുകുമാരനെ കാണുമ്പോൾ പലരും ഇങ്ങനെ വന്നിട്ട്, എന്താ കാരണം എന്നറിയോ? എന്തെങ്കിലും പുറത്തേക്ക് വന്നാലോ ഞങ്ങളെല്ലാവരും കൂടി നിർവാഹക സമിതിയിലെ 20 പേരും രക്ഷാധികാരിയായിട്ടുള്ള ഞാനും കൂടി ചേർന്നുകൊണ്ട് സുകുമാരനെ ആദരിക്കുകയാണ്. ഭാര്യ വന്നിട്ടില്ലേ? ഭാര്യ സുകുമാരനെ ആദരിക്കുന്നതോടൊപ്പം ഗിരിജയെ ആദരിക്കണം എന്ന് വിചാരിച്ചു. സുകുമാര അത് വീട്ടിൽ വന്ന് ആദരിച്ചോളാം. ഇവിടെ ആദരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കെ രാജൻ MLA ആണ്, മുൻ മന്ത്രി കെ രാജൻ. സുകുമാരന് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമാണ് കൊടുക്കുന്നത്. പ്രിയങ്കരനായ സുകുമാരന് ഞങ്ങൾ കൊടുത്തത് എന്നും പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു സംവിധാനമാണ്. സുകുമാരൻ അതിലിങ്ങനെ പാട്ട് പാടി കേൾക്കുക, രസിക്കുക. പിന്നെ വേറെ കാര്യം കൊണ്ടുണ്ട്, സുകുമാരൻ ഇത് കൂടുതൽ ഉപയോഗിക്കില്ല, ഞങ്ങൾക്ക് വല്ല ഫംഗ്ഷനും കൊണ്ടുപോകും ചെയ്യാമല്ലോ. ഒരു മിനിറ്റ്, ഇനി 2 പേരെ ആദരിക്കാനുണ്ട്. ആ 2 പേരെ ആദരിക്കുന്നത് പ്രസിഡന്റ് EH മുഹമ്മദ് റഷീദിനെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. ആദരിക്കാനായി ശ്രീ ഹരി ഏറ്റുമാനൂരിനെ ക്ഷണിക്കുന്നു. റഷീദൊക്കെ നമ്മുടെ ചങ്കാകുന്നത് എന്താ വെച്ചാൽ, ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ അയാൾ ഉറങ്ങാത്ത ആൾ. ഇന്ന് കാലത്ത് എന്നോട് പറയാം, ഞാൻ പോവാം 9 മണിക്ക്. സുഖമില്ലാത്ത ആളാണ്. അടുത്തായി നമ്മുടെ ട്രഷറർ, നമ്മുടെ കോർപ്പറേറ്റ് മെമ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടിക്കും സാമ്പത്തികമായ എല്ലാ സോഴ്സുകളും കണ്ടെത്തുന്ന പ്രിയങ്കരനായ മധു ആനല്ലൂരിനെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആദരിക്കുന്നു. ഗിരിജ സുകുമാരനുള്ള ഞങ്ങളുടെ സ്നേഹോപകാരം സുകുമാരൻ തന്നെ കൊണ്ടു കൊടുത്തോട്ടെ. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് കൂടെ ജീവിക്കുന്നല്ലേ. എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഒന്നുകൂടെ വരണം. ഒരു ഫോട്ടോ.
എല്ലാവർക്കും നമസ്കാരം. ഇത് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും ആദ്യം ഞങ്ങൾ ആദരിക്കണമെന്ന് വിചാരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായ ജയരാജ് വാര്യരെയാണ്. അതിനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ജയരാജേട്ടനില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ജയരാജേട്ടനെ ആദരിക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാജൻ ആൻഡ് ആലങ്കോട് രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്, പ്ലീസ്. സത്യം പറയാൻ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ? സൂര്യസ്പർദ്ധി കിരീടമൂർദ്ധത്തിലേക്ക് പ്രോത്ഭാസിപാലാന്തരം കരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം ഖണ്ഡോജലകൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഞാനെന്നും വിളിക്കുന്ന ഗുരുവായൂരപ്പനെയാണ് കിട്ടിയത്. സന്തോഷം. അടുത്ത കോർപ്പറേറ്റ് അംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ആദ്യം ശ്രീ മധു സപ്തവർണ. മധു സപ്തവർണ്ണ 10ാം വർഷത്തെ ആദരിക്കുകയാണ്. മധു സപ്തവർണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപഹാരം നൽകുകയാണ്. മധു സപ്തവർണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, സപ്തവർണ്ണ ബിൽഡേഴ്സ് മാത്രമല്ല, പാതിരാ നേരത്ത് പാലമരത്തിൽ പാതി വിരിഞ്ഞൊരു പൂവേ പാട്ട് എഴുതിയ ആളാണ്. സാഗരം ക്രിയേഷൻസ് രാജൻ. അടുത്ത് നമ്മുടെ KNP ബിൽഡേഴ്സിൻ്റെ പ്രിയങ്കരനായ നമ്മുടെ സുഹൃത്ത് KN പരമേശ്വരനെ ആദരിക്കുകയാണ്. അതിനുവേണ്ടി വീണ്ടും രാജനോട് അഭ്യർത്ഥിക്കുന്നു. പത്താം വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? സ്ഥിരമായിട്ടുള്ള പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായി ഹൃദയത്തെ തൊടുന്ന ഒരു ആദര സമ്മേളനമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെന്താ കണ്ണട ഇവിടെ? നമ്മുടെ മറ്റൊരു കോർപ്പറേറ്റ് മെമ്പറായിട്ടുള്ള കഴിഞ്ഞ പരിപാടിക്ക് ഇടയ്ക്ക് നമുക്ക് 1 ലക്ഷം രൂപ തന്ന് നമ്മളോട് സഹകരിച്ച ഡോക്ടർ പ്രഭാകരൻ അവരുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആദരിക്കുന്നു. ഡോക്ടർ പ്രഭാകരൻ സാറ് ഇങ്ങോട്ട് വിളിച്ച് പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ തരാമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ വിളിക്കൂ. ആയിക്കോട്ടെ. അടുത്ത കോർപ്പറേറ്റ് മെമ്പറാണ് നമ്മുടെ വർഷ വാട്ടർ ടാങ്ക്. ഒന്നും പറയുന്നില്ല, കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ട്രഷറർ കൂടിയായിട്ടുള്ള മധു ആനല്ലൂരിനെ ആദരിക്കാൻ വേണ്ടി ആലങ്കോടിനെ വീണ്ടും ക്ഷണിക്കും. പിന്നെ മറ്റൊരു കോർപ്പറേറ്റ് മെമ്പറാണ് ചിത്രസൗധം. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നീ കൊടുക്കണ്ടോ? എന്നാൽ മറ്റതറിയില്ല. അപ്പോൾ ചിത്രസൗധം നമ്മുടെ ഒരു കോർപ്പറേറ്റ് മെമ്പറാണ്. 1 ലക്ഷം രൂപയാണ്. സുകുമാരൻ ചിത്രസൗധത്തിന് വേണ്ടി ഏറ്റുവാങ്ങുന്നു. പ്രിയങ്കരനായ രാജൻ MLA. നോബിൾ എനർജി വന്നിട്ടുണ്ടോ? നോബിൾ എനർജി സ്റ്റാർ ഗ്രൂപ്പ് മിസ്റ്റർ ബോബി വന്നിട്ടുണ്ടോ? ബോബി വന്ന് എന്നെ വിളിക്കാതിരിക്കില്ല. ബോബി വരുമ്പോൾ കൊടുക്കാം. പിന്നെന്താ വർഷ സ്റ്റാർ ഗ്രൂപ്പ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് വിജയകുമാർ സാർ വന്നിട്ടില്ല. അവർ വരുമ്പോൾ നമുക്ക് പാട്ടിനിടയ്ക്ക് വെച്ച് കൊടുക്കാം. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനെ ആദരിക്കുകയാണ്. വയസ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വയസ്സായി? 81 വയസ്സായി. ഇവിടെ രാവിലെ 7 മണിക്ക് ഓർക്കസ്ട്ര റിഹേഴ്സലിന് എത്തിയ ആളാണ്. കമ്മിറ്റ്മെൻറ്റ്. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ PJ പോളേട്ടനെ വേദിയിൽ ആദരിക്കുന്നു. പോളേട്ട് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പേര് PJ പോളി എന്നാണ്. ഏറ്റവും സീനിയർ മോസ്റ്റ് മ്യൂസീഷ്യനാണ്. ഇന്നും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ എന്താ പറയുക, ഒരു വലിയ ഗുരുത്വമാണ് ഇങ്ങനെയുള്ള കാരണവന്മാരെ ആദരിക്കുമ്പോൾ. വലിയൊരു
ഹർഷാരവത്തോടെ കരഘോഷത്തോടെ നമുക്ക് പോളേട്ടനെ ആദരിക്കാം. രണ്ടുപേരും, അതായത് അഡ്വക്കേറ്റ് കെ രാജൻ എം എൽ എയും ആലങ്കോട് ലീലാകൃഷ്ണനും ചേർന്ന് ആദരിക്കുന്നു. അടുത്തതായി നമ്മളുടെ 10ാം വർഷത്തോടനുബന്ധിച്ചുള്ള ഒരു ചെറിയൊരു കാരുണ്യ പ്രവർത്തനമാണ്. നമ്മുടെ ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക് വർഷങ്ങളായി നടത്തുന്ന ഒരു സംഗീത സാന്ത്വന യാത്രയുണ്ട്. അവർ വളരെ ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക് കഴിഞ്ഞ 20 വർഷമായി അനാഥർക്കും നിരാലംബർക്കും വേണ്ടി നടത്തിവരുന്ന കാരുണ്യ പ്രവർത്തനമാണ് സ്നേഹ സാന്ത്വന സംഗീത യാത്ര. മുൻ വർഷങ്ങളിലായി സെൻറ്റ് ക്രിസ്റ്റീന ഹോം പുല്ലഴി, ദിവ്യ ഹൃദയാശ്രമം ചെന്നായിപ്പാറ, സ്നേഹാലയം മുള്ളത്തിക്കോട്, പോപ്പ് ജോൺ പോൾ പീസ് ഹോം പെരുങ്കണ്ടൂർ, അമ്മ കാര്യാട്ടുകര, അതുപോലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തൃശ്ശൂർ തുടങ്ങിയ 20 സ്ഥാപനങ്ങളിൽ അവരുടെ ആവശ്യപ്രകാരം നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഹാർമണിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സ്ഥിരം സാഹിത്യ അക്കാദമിയിൽ നമ്മൾ കാണാറുണ്ട്. കൃത്യം 4:04 അല്ലെങ്കിൽ 2:02 ഇട്ടിരിക്കുക അവരെ പരിപാടി. അപ്പോൾ കറക്റ്റ് ടൈമിന് തുടങ്ങാന്നുള്ളത് ജിമ്മി മാഷിൻ്റെ വളരെ കൃത്യനിഷ്ഠയാണത്. ആ ജിമ്മി മാഷ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ മാഷേ? എവിടെ? ജിമ്മി മാഷ് ഇവിടെ വന്നിരിക്കുന്നു. ടീം ഹാർമണി അവർക്ക് നമ്മുടെ ഒരു ചെക്ക് നമ്മളൊരു 10,000 രൂപയുടെ ചെക്ക് ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക് കൈമാറണം. ഒരു കവിത പോലെ സംസാരിക്കാൻ ഒരു കവി വേണം. ഈ കൂട്ടത്തിലിപ്പോൾ മറ്റാരും സംസാരിക്കില്ല. നമ്മൾ പരിപാടി തുടങ്ങാണ്. പരിപാടി തുടങ്ങാൻ വൈകിയത്, ഗസ്റ്റ് വരാൻ വൈകിയത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ ചോറ്റാനിക്കര ഗുരുതി പൂജ കേട്ടിട്ടില്ലേ? പാട്ട് കേട്ടിട്ടുണ്ടോ? നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ, ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ ഒരെണ്ണം പറഞ്ഞത് മാത്രം. 1000 പാട്ടുകളുണ്ട്. ഗാന രചയിതാവും കവിയുമായ ഹരിയേറ്റ് മനോഹർ. ആശംസാ പ്രസംഗം. ഖഡ്ഗമുയർന്നു, മുസലമുയർന്നു, കാടൊരടർക്കളമായി, ഇരുമ്പിരുമ്പിലുരഞ്ഞു, ചുറ്റിനും ഇടിമിന്നലുകൾ ഉതിർന്നു. ഇത് തിസൂസ് രാജകുമാരനും പ്രൊക്രൂസസും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു വർണ്ണനയാണ്. വേണമെങ്കിൽ ഒരു 10, 40, 50 വരികൾ എഴുതാമായിരുന്ന യുദ്ധത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതാൻ പറ്റുമായിരുന്നെങ്കിലും വയലാർ രാമവർമ്മ വളരെ 4 വരിയിൽ അത് ഒതുക്കി. അതുപോലെ ഞാനും 4 വാക്കുകളിൽ ഒതുക്കാൻ പോവുകയാണ് ഇവിടെ. ഈ കഴിഞ്ഞ ഇവിടുത്തെ ഗീതം സംഗീതത്തിൻ്റെ വൃശ്ചികപ്പൂനിലാവ്, ചക്കര മാവിൻ മുറ്റത്ത് എന്നീ പരിപാടികൾക്ക് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഭാര്യ വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ യൂട്യൂബിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അത്ഭുതത്തോടെ പറഞ്ഞു, ചേട്ടാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു നിറഞ്ഞ സദസ്സ് കാണുന്നത്. നാളതുവരെ അവളുടെ ജീവിതത്തിൽ ഒരു നിറഞ്ഞ സദസ്സ് ഇതുപോലെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്ത് സൂര്യ കൃഷ്ണമൂർത്തിയുടെ ആ സൂര്യ എന്നുള്ള സംഘടന, അത് ഇതുപോലെ ഭയങ്കരമായ, അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരു ഉജ്ജ്വലമായ ഒരു സംഘാടന മികവിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങളെ ഈ ഗീതം സംഗീതമാണ്. ജയരാജ് വാര്യർ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും എൻ്റെ ഒരു സുകുമാർ അഴീക്കോട് പോലെ ഇടയ്ക്ക് എൻ്റെ ഒരു ആവേശം വന്ന് കയറിപ്പോയി. അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ 45 മിനിറ്റ് കൊണ്ട് എന്നെ ഒരാൾ അയാളുടെ ഹൃദയത്തിൽ കയറി പൂട്ടിയിട്ടു. അതാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ് റഷീദ്. പിന്നെ സുകുമാർ ചിത്രസൗധം, മധു, ജയരാജ് വാര്യർ, ഇവരെല്ലാവരെയും വിശേഷിച്ചും ബാക്കി ഗീതം സംഗീതത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. വാക്കുകൾക്കൂടെ പ്രസക്തിയില്ല. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവി ഓർത്തിട്ട് അരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്ക് വരാൻ
ഒരു നാണം എന്ന് പറഞ്ഞ പോലെ എനിക്കും പാട്ട് കേൾക്കാനിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വാക്കുകൾ കൊണ്ടുവരാൻ എൻ്റെ ഉള്ളിലെ വാക്കുകൾക്ക് ഒരു നാണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഗീതം സംഗീതം ഇത് 10ാം വാർഷികമാണ്. ഒരു 100 വാർഷികത്തിലധികം ഇത് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോഴും ഞാനുണ്ടാവും, കാരണം എനിക്ക് മരണമില്ല. ഈ ഹരിയേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വയലാറിൻ്റെ സുവിശേഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വാ തുറന്നാൽ വയലാർ. ഞാൻ എൻ്റെ സംശയങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുക. ഇപ്പോഴും വയലാറിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊഴിയിലും അദ്ദേഹം വയലാർ രാമവർമ്മയെക്കുറിച്ച് എന്താ അതിൻ്റെ ടൈറ്റിൽ മൊഴിയിലും എഴുതിയിട്ടുണ്ട്, ഹരിയേട്ടൻ എഴുതിയിട്ടുണ്ട്. മരണവും വയലാറും എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തിന് നന്ദി. ഔപചാരികമായ ചടങ്ങുകൾ അവസാനിക്കുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ട്രഷറർ, കോർപ്പറേറ്റ് മെമ്പർ, ഏറ്റവും പ്രിയങ്കരനായ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ സഹോദരൻ, ഞാനും സുകുമാരനും റഷീദും മധു എന്ന് പറഞ്ഞാൽ 4 ഹൃദയങ്ങളും ഒറ്റ മനസ്സുമാണ്. പ്രിയങ്കരനായ മധുവിനെ ക്ഷണിക്കുന്നു. ഓർക്കസ്ട്ര അണിനിരന്ന് കഴിഞ്ഞു. ഉടനെ ആരംഭിക്കുന്നു കൈക്കുടന്ന നിറയെ. ഗീതം സംഗീതത്തിൻ്റെ 10ാം വർഷത്തിൽ കൈക്കുടന്ന നിറയെ ഗാനഹാരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നന്ദി പറയാൻ മധുവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. 3 പേർക്ക് എന്തായാലും പറയാതെ വയ്യ, എല്ലാവർക്കും പറയണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ, നമ്മുടെ സ്നേഹിതൻ രാജൻ അവറുകൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും ഗീതം സംഗീതം സംഘാടക സമിതിക്ക് വേണ്ടിയും നന്ദി അറിയിക്കുന്നു. അടുത്ത് ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. സാറിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ രക്ഷാധികാരി ജയരാജ് വാര്യർ, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. രാജൻ പല്ലൻ സർ, നമ്മുടെ MLA, പ്രിയങ്കരനായ MLA, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ കുറേയധികം ആൾക്കാർക്ക് നന്ദി അറിയിക്കാനുണ്ട്. എല്ലാവർക്കും, ഇവിടെ വേദിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കണം. അതിനേക്കാൾ കൂടുതൽ ഈ 10ാം വാർഷികം വിജയകരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർപ്പറേറ്റ് മെമ്പേഴ്സ്, ലൈഫ് മെമ്പേഴ്സ്, ആനുവൽ മെമ്പേഴ്സ്, നിങ്ങളെല്ലാവർക്കും, സൗണ്ട്, നമ്മുടെ ഓർക്കസ്ട്ര ടീം, എല്ലാവർക്കും, ഗായകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നല്ലൊരു സംഗീത സായാഹ്നം നേരുന്നു. താങ്ക് യു. ഹലോ. ആകെ ഞെട്ടിച്ചു കളഞ്ഞു എൻ്റെ കൂട്ടുകാരെന്നെ. വല്ലാത്തൊരു എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ആ സിസ്റ്റം വരെന്നെ തിരിച്ച് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക്. എനിക്കത് വേണം. ഇത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇവർ തന്നതല്ലേ, തരാൻ പറ്റില്ല എന്ന് എങ്ങനെയാണ് പറയാ? എന്തായാലും സന്തോഷം. നമുക്കൊരു അതിന് വാക്കുകളില്ല, എനിക്കത് പറയാൻ എനിക്ക് വാക്കുകളില്ല. തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ അവതരണ ഗാനത്തിലേക്ക് കിടക്കാം. കവി ജിനൻ സാർ എഴുതി തൃശ്ശൂർ പത്മനാഭൻ മാസ്റ്റർ സംഗീതം നൽകിയ ആ അവതരണ ഗാനത്തിലേക്ക് ഇവിടെ നമ്മുടെ ഗായകർ വരികയാണ്. ഇന്നത്തെ ഈ അവതരണ ഗാനം ആലപിക്കുന്നതിനായി പ്രേം സാഗർ, CV ജോസ്, കിഷോർ, ഡോക്ടർ അർജുൻ, അതുപോലെ സുഗത പ്രസാദ്, ദിവ്യ, സുകന്യ ആൻഡ് ശാലിനി, ഈ 8 പേരാണ് ഇന്ന് അവതരണ ഗാനം ആലപിക്കുന്നത്. തിരയിടും സംഗീത സാഗര ഗരിമയിൽ നാം ഒരു പാട്ടായിടാം. സകല രാഗങ്ങളും ഒരു വീണമീട്ടുന്ന ശ്രുതിയിൽ നാം ഇനി കൂട്ടായിടാം. ഗീതം സംഗീതം 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 ഗീതം സംഗീതം 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 ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം.
മറുതേക്കിനിയുന്ന മധുരനാദങ്ങളെ തിരയുന്ന നാവിൻ്റെ രുചിയായിടാ. ഒരു മേഘരാഗം പൊഴിക്കുന്ന സംഗീത മഴയുടെ നനവുള്ള കുളിരായിടാ. ഗീതം സംഗീതം സംഗീതം ഗീതം സംഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം. പല തുള്ളിയായി നാദമലയിൽ നിന്നുറവിടും സ്വരരാഗമൊഴുകുന്ന പുഴയാവുക. ദുരിതം മറന്നുള്ള യാത്രയിലാകാത ഭരിതരായി നാം സംഘപരമാവുക. താളം പിഴയ്ക്കാത്ത ലയമാവുക. ഗീതം സംഗീതം സംഗീതം ഗീതം സംഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം ഗീതം സംഗീതം. കരത്തോടും പ്രണയത്തിൻ മോഹങ്ങൾ മിടിക്കുന്ന കവിതയിൽ നാം ഒരു വരിയാവുക. ഗീതം സംഗീതമായി പാടി കയറുന്ന പടവിൽ നാം ഇനിയൊറ്റ ചുവടാവുക. ചുവടാവുക 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 ഒറ്റ ചുവടാവുക. Thank you.